महाशास्त्रे नमः। ओम महादेवाय नमः। ओम महादेवसुदाय नमः। ओम अव्याय नमः। ओम लोकभर्त्रे नमः। ओम लोकहर्त्रे नमः। ओम ब्रह्मणे नमः। ओम परात्पराय नमः। ओम भूतसैनिकाय नमः। ओम मंत्रवेदिने नमः। ओम महावेदिने नमः। ओम मारुताय नमः। ओम जगदीश्वराय नमः। ओम लोकाध्यक्षाय नमः। ओम अग्रण्ये नमः। ओम श्रीमदे नमः। ओम अप्रमेय पराक्रमाय नमः। ओम गजारूढ़ाय नमः। ओम सिंहारूढ़ाय नमः। ओम महेश्वराय नमः। ओम वीराय नमः। ओम अनर्घाय नमः। ओम नानाशास्त्रधराय नमः। ओम नानारूपधराय नमः। ഭൃഗുരാമ, അങ്ങും ദേവഗുരുവും ചേർന്ന് ഉത്തമ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിച്ച ഈ ശാസ്താവിഗ്രഹം തീർച്ചയായും ലോക അനുഗ്രഹമായി തീരുന്നതാണ്. നവപാഷാണ നിർമ്മിതമായ ഈ വിഗ്രഹം ഏറെ ഔഷധമേന്മയേറിയതാണ്. ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ച ഭക്തനും നവഗ്രഹങ്ങളിൽ ഓരോന്നും ഏതൊക്കെ ഭാവങ്ങളിലാണെങ്കിലും ഈ വിഗ്രഹം ഒന്ന് ദർശിക്കുന്ന മാത്രയിൽ സർവ്വദോഷങ്ങളും അകന്ന് സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും. നവപാഷാണശിലയെ സ്പർശിച്ചു വരുന്ന കാറ്റേറ്റാൽ ഭക്തന്റെ അകവും പുറവും ശുദ്ധമാകും. പ്രകാശമേറ്റാൽ മാറാവ്യാധി അകലുകയും ചെയ്യും. ദുരിതപൂർണവും നരകീയവുമായ സംസാര സാഗരത്തിൽ നിന്നും മോക്ഷപദത്തിലെത്താൻ ശ്രീധർമ്മശാസ്ത്ര ദർശനം കൊണ്ട് ഓരോ ഭക്തനും കഴിയുമാറാകട്ടെ. സച്ചിദാനന്ദ സ്വരൂപനായ സദാശിവനും സർവവ്യാപിയായ ശ്രീ മഹാവിഷ്ണുവും സംയോജിച്ച ശക്തിസ്വരൂപമായതുകൊണ്ടുതന്നെ ആചാരപരമായ ശാസ്താദർശനം ഓരോ ഭൂലോകവാസിക്കും മുക്തിയുടെ മാർഗമാവട്ടെ. സകല ചരാചരങ്ങൾക്കും ആശ്രിതനായി, ധർമ്മരക്ഷകനായി, ശരണാഗത വത്സലനായി, ഭക്തിയോടെ ഭജിക്കുന്നവർക്ക് ജ്ഞാനവൈരാഗ്യ മുക്തികളെ പ്രദാനം ചെയ്ത് വിളങ്ങുമാറാകട്ടെ. ഭൂപരിപാലകനായി, സ്ഥിതിസമത്വരക്ഷകനായി, ആശ്രിതവത്സലനായി, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട സ്വരൂപനായി, മാനവകുലത്തിന് മോക്ഷമേകി
സത്യസ്വരൂപനായി എന്നും ശോഭിതമാകട്ടെ. സർവമംഗളസ്വരൂപനും ജീവാത്മാവുമായ ഭഗവാൻ പരമശിവന്റെയും വിശ്വസംരക്ഷകനും പരമാത്മാവുമായ ശ്രീ മഹാവിഷ്ണുവിൻ്റെയും സങ്കലന ഭാവമാണ് നാം എന്ന ധർമ്മശാസ്ത്രം. അധർമ്മത്തെ സംഹരിച്ച് ധർമ്മത്തെ പരിപാലിച്ച് സജ്ജനങ്ങളെ സംരക്ഷിക്കുവാനായി നിലകൊള്ളുന്ന ധർമ്മജ്യോതിസായി താരകസ്വരൂപമായി നാം ഇവിടെ കുടികൊള്ളുന്നതായിരിക്കും. യോഗീഭാവത്തിലുള്ള നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് മറ്റു ക്ഷേത്ര പ്രതിഷ്ഠകളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മെ ദർശിക്കാനെത്തുന്നവർ യോഗീഭാവത്തിൽ തന്നെ എത്തേണ്ടതാണ്. വ്രതമെടുത്ത് ബ്രഹ്മചര്യം സ്വീകരിച്ച് സർവസംഘ പരിത്യാഗികളായി ഈശ്വര സ്വരൂപമായി സ്വയം മാറി ദർശനത്തിനെത്തുമ്പോൾ അവരുടെ സകല ദുഃഖ ദുരിതങ്ങൾക്കും ശമനമുണ്ടാകുന്നതാണ്. പിതാവിൻ്റെ അധിവാസമായ കൈലാസവും മാതൃഭാവത്തിലുള്ള സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അധിവാസവുമായ വൈകുണ്ഠവും നമ്മുടെ സഹോദര സ്ഥാനീയനായ ശ്രീമുരുകൻ വാണരുളുന്ന പഴനിമലയും ദർശിക്കാവുന്ന ഈ അചലത്തിൽ ശൈവ വൈഷ്ണവ ശാക്തേയ ചൈതന്യങ്ങളുടെ കാന്തിക വലയ പ്രഭാവത്തിൻ്റെ ശക്തി ഈ മല ചവിട്ടുന്ന ഓരോ ഭക്തനും അനുഭവവേദ്യമാകുന്നതാണ്. കാന്തമലയിൽ ജ്യോതിസ്വരൂപമായി കുടികൊള്ളുന്ന നമ്മുടെ ചൈതന്യവും ഭക്തർക്ക് ജ്യോതിരൂപത്തിൽ ദർശിക്കാവുന്നതാണ്. കലിയുഗത്തിൽ ഭക്തർ സകല പാപങ്ങൾക്കും പരിഹാരം തേടി ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപമായി ഇവിടം മാറുന്നതാണ്. മംഗളം ഭവിക്കട്ടെ. മംഗളം ഭവിക്കട്ടെ. മംഗളം ഭവിക്കട്ടെ. ശബരിമലയിലെ പ്രതിഷ്ഠയെക്കുറിച്ചും 18-ാം പടിയെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നിങ്ങളിൽ ആരെല്ലാം ശബരിമലയിൽ പോയിട്ടുണ്ട്? അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 18 മലകളിലെ 18 മലദൈവങ്ങൾക്ക് നടുവിലാണ് ശ്രീ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. ഇതിൻ്റെ പ്രതീകം കൂടിയാണ് 18 പടികൾ. ഈ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ശബരിമലയിൽ പടിപൂജ എന്ന ഗിരിപൂജ നടത്തുന്നതെന്നും വിശ്വാസമുണ്ട്. ഗുരു, ആ 18 മലകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? പിന്നെന്താ, ഒന്ന് ശബരിമല,
പൊന്നമ്പലമേട്, ഗൗഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമേട്, കർഗിമല, മാതംഗമല, മയിലാടുംമേട്, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല എന്നിവയാണവ. 18 മലകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ഏതു മലയ്ക്കാണ് ഗുരു? സംശയമെന്താ? അത് ശബരിമല തന്നെ. മാതംഗമലയുടെ ഒരു ഭാഗമാണ് ഇന്നത്തെ ശബരിമലയായി മാറിയത്. എങ്ങനെയാണ് ഗുരു മാതംഗമലയുടെ ഒരു ഭാഗം ശബരിമലയായി മാറിയത്? നാം മാതംഗമലയെക്കുറിച്ചും മാതംഗമുനിയെക്കുറിച്ചും പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു ശബരി എന്നൊരു കാട്ടാള സ്ത്രീയെക്കുറിച്ച്. മാതംഗമുനി ശബരി എന്നൊരു കാട്ടാള സ്ത്രീയുടെ ഗുരുവായിരുന്നു എന്ന് മാത്രമേ അങ്ങ് പറഞ്ഞിട്ടുള്ളൂ. ആ, എങ്ങനെയാണ് ഗുരു മാതംഗ മഹർഷിയെ പോലൊരു താപസൻ ശബരി എന്ന കാട്ടാള സ്ത്രീയുടെ ഗുരുവാകുന്നത്? പറയാം. എങ്കിലും ഒന്നോർത്തോളൂ, ജന്മഗുണം കൊണ്ട് ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ കുലമഹിമ അറിയാൻ കഴിഞ്ഞെന്നു വരില്ല. പക്ഷേ അതിനേക്കാളും പ്രാധാന്യമാണ് കർമ്മഫലം നോക്കി ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം തിരിച്ചറിയുക എന്നത്. ശബരിയുടെ പൂർവജന്മത്തിലെ നാമം മാലിനി എന്നായിരുന്നു. ദേവരാജാവായ ഇന്ദ്രന്റെ സദസ്സിലെ ഒരപ്സരസായിരുന്നു മാലിനി. ഒരു നർത്തകി എന്ന നിലയിൽ ഇന്ദ്രസദസ്സിൽ പലപ്പോഴും അവൾ അവളുടെ പ്രാവീണ്യം പ്രദർശിപ്പിച്ച് പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചിത്രകവചൻ എന്ന ഗന്ധർവ രാജാവിൻ്റെ ഏകപുത്രിയായിരുന്നു മാലിനി. മഹാമാന്ത്രികനും സംഗീതജ്ഞനുമായ ബീതിഹോത്രൻ എന്ന ഗന്ധർവ രാജകുമാരനുമായി മാലിനി പ്രണയത്തിലായി. ഒടുവിൽ ഇന്ദ്രന്റെ അനുഗ്രഹത്താലും ആശീർവാദത്താലും ഇരുവരും വിവാഹിതരുമായി. ഞാൻ എന്തു ഭാഗ്യവതിയാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ അങ്ങും അങ്ങയുടെ സംഗീതവും എന്റെ മനസ്സിന്റെ മടിച്ചപ്പിൽ ഒരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിച്ചു. ഒടുവിൽ ഈ ഗന്ധർവൻ ഈ മാലിനിക്ക് സ്വന്തം. ഈ ഗന്ധർവലോകത്ത് അപ്സരസുകളിൽ അപ്സരസായ മാലിനിയുടെ നാമം സ്വർണലിപികളാൽ ഞാൻ എൻ്റെ ഹൃദയപാളികളിൽ കുറിച്ചു വച്ചിരുന്നു. ഇന്നീ വീതിഹോത്രന് ഈ മാലിന്യ സ്വന്തം. ഇത്രയും പെട്ടെന്ന് അങ്ങേ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. കുശലയും അത്രമാത്രം അങ്ങേ സ്നേഹിച്ചിരുന്നതല്ലേ? എനിക്ക് അങ്ങേ നഷ്ടപ്പെടുവോന്നോർത്ത് പലപ്പോഴും എന്റെ ഹൃദയം വിങ്ങി പൊട്ടിയിട്ടുണ്ട്. കുശലയുടെ നൃത്തം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അഭിനന്ദിച്ചിട്ടുമുണ്ട്. അതിനാലായിരിക്കാം എനിക്ക് കുശലയെ ഇഷ്ടമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചത്. അങ്ങയുടെ ഗാനമാധുരിയിൽ മയങ്ങി പലപ്പോഴും എനിക്ക് നൃത്തത്തിൽ ഏകാഗ്രത ലഭിക്കാതെ പോയിട്ടുണ്ട്.
ഇപ്രകാരം സംഭവിക്കുമ്പോ കുശല എന്നെക്കാളും നന്നായി നൃത്തം ചെയ്യുകയും അങ്ങയുടെ പ്രശംസ കരസ്ഥമാക്കുകയും ചെയ്യും. ആ സമയങ്ങളിൽ ഞാൻ വല്ലാതെ ദുഃഖിച്ചിട്ടുണ്ട്. അങ്ങയുടെ പ്രശംസ അവർ തെറ്റിദ്ധരിക്കാൻ കാരണമായിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ വിവാഹവേദിയിൽ അവളുടെ ദുഃഖങ്ങളെല്ലാം മറച്ചുവെച്ച് സന്തോഷം അഭിനയിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് എനിക്കത് മനസ്സിലായി. ഞാൻ അവളോട് പറഞ്ഞു, ജീവിതം ജയപരാജയങ്ങളുടെ സമ്മിശ്രമാണെന്ന്. അത് ഈശ്വര നിശ്ചയവുമാണ്. അത് നാം തിരിച്ചറിഞ്ഞാൽ ജീവിതമെന്നും സന്തോഷകരമാകും. ഇപ്പൊ മനസ്സിലായില്ലേ, ചേരേണ്ടവർ മാത്രമേ കൂടിച്ചേരുകയുള്ളൂ എന്ന്. ദേവാതിദേവകളുടെ സാന്നിധ്യത്തിലും അവരുടെ ആശീർവാദത്താലും അങ്ങനെ പത്നിയായി സ്വീകരിച്ചപ്പോൾ ഞാൻ ധന്യയായി. ചന്ദനം, ചന്ദ്രപ്രകാശം എന്നിവയേക്കാൾ കുളിരുള്ളതത്രേ സജ്ജന സമ്പർക്കം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോ